മറ്റൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ദുഃഖകരമായ വാർത്ത. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കാണാതായ 2 വിദ്യാർത്ഥികളും മരിച്ചു. ഷൺമുഖം ക്രോസ് വേയുടെ വശത്തുള്ള ഓവിലാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത്. ഇരുവരും കോയമ്പത്തൂർ സ്വദേശികളാണ്. ശ്രീഗൗതം, അരുൺ എന്നിവരാണ് മരിച്ചത്. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വളരെ ദുഃഖകരമായ ഒരു റിപ്പോർട്ടാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. കാരണം രണ്ടാമത്തെ വിദ്യാർത്ഥിയും മരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, അല്ലേ? ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഈ കോസ്വേയിലെ ഒരു ഓവുണ്ട്. ആ ഓവിന്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ അരുൺ എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഒഴുക്കിൽ പെട്ടത്. കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഇവരൊരു 10 അംഗ സംഘമാണ് കുളിക്കാനായിട്ട് ഈ അവധിക്കാലം ആഘോഷിക്കുന്നതിനൊക്കെ വേണ്ടി പാലക്കാട് ഈ ചിറ്റൂര് ഭാഗത്തേക്ക് എത്തിയത്. തുടർന്ന് ഈ ഷൺമുഖം കോസ്വേ ഭാഗത്തെ വെള്ളത്തിൽ ഇവർ ഇറങ്ങി ഏറെ നേരം വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ ഒഴുക്കിൽ പെട്ടത്. അതിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അതിൽ ശ്രീഗൗതമിനെ ഉടൻ തന്നെ നാട്ടുകാരും മറ്റുമൊക്കെ ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീഗൗതമിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ അരുൺ എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അവിടുത്തെ ഒരു ഓവ് പാലത്ത് നിന്നാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ സംഭവം എന്നുള്ളതാണ്. കാരണം ഇത് ആദ്യ സംഭവമല്ല. പാലക്കാട് ജില്ലയിൽ ഇത്തരത്തിൽ കോയമ്പത്തൂർ ഭാഗത്ത് നിന്ന് തമിഴ്നാട്ടിലെ മറ്റും വിദ്യാർത്ഥികൾ തുടർച്ചയായി ഈ വാളയാറിലെ ഡാമിലാണെങ്കിലും അതല്ലെങ്കിൽ ഈ ചിറ്റൂർ പുഴയിലാണെങ്കിലും ഒക്കെ കുളിക്കാൻ വേണ്ടി എത്തി അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമാവുന്ന സംഭവങ്ങൾ ഇത് നിരവധിയായി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പും സമാന രീതിയിൽ ചിറ്റൂർ പുഴയിൽ ഇറങ്ങി വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഒപ്പം മറ്റൊരു ഭാഗത്ത്, അതായത് ഈ വാളയാർ ഡാമിൽ ഉൾപ്പെടെ ഇറങ്ങി വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമാവുന്ന സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥിയാണ് ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹം. അരുൺ എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ശരി അരുൺ, കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ കുളിക്കാൻ എത്തിയിരുന്നു എന്നല്ലേ പറഞ്ഞത്? മറ്റുള്ളവരെല്ലാം സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും മറ്റു വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിതരാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് എത്തിയത്. ആ 10 അംഗ സംഘം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ ഈ 2 വിദ്യാർത്ഥികളായിരുന്നു ഒഴുക്കിൽപ്പെടുന്നത്. അതായത് ആ പുഴയുടെ ഭാഗത്ത് തീർത്തും ശാന്തമായി ഒഴുകുന്ന പുഴയാണ്, പക്ഷെ നല്ല അടിയൊഴുക്കുണ്ട്. അങ്ങനെ ആ അടിയൊഴുക്കിൽ ഈ ഒരു ഓവിന്റെ ഭാഗത്തേക്ക് ആദ്യം ഈ ശ്രീഗൗതം എന്ന വിദ്യാർത്ഥിയും അരുൺ എന്ന വിദ്യാർത്ഥിയും ആ ഭാഗത്തേക്ക് പെടുകയായിരുന്നു. അതിൽ ഉടൻ തന്നെ ശ്രീഗൗതമിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, അല്ലെ ശ്രീഗൗതമിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ആശുപത്രി എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഏതായാലും അരുണിന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ ഇപ്പോൾ അരുണിന്റെയും കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യം എന്തെന്നാൽ ആ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റ് വിദ്യാർത്ഥികളൊക്കെ സുരക്ഷിതരാണ് എന്നുള്ളത് തന്നെയാണ് അധികൃതർ പറയുന്നത്. ശരി, എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കാണാതായ 2 വിദ്യാർത്ഥികളും മരിച്ചു. ഷൺമുഖം ക്രോസ്വേയുടെ വശത്തുള്ള ഓവിലാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത്. ഇരുവരും കോയമ്പത്തൂർ സ്വദേശികളാണ്. ശ്രീഗൗതം, അരുൺ എന്നിവരാണ് മരിച്ചത്. വിദ്യാർത്ഥികളുടെ സംഘം അവിടേക്ക് എത്തുകയും കുളിക്കാനിറങ്ങുകയും ചെയ്തപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. അരുൺ ആലത്തൂരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.